കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഖാനിയൻ സ്ട്രൈക്കറായിട്ടുള്ള ക്വാമി പെപ്രെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോകും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വന്നു തുടങ്ങി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിഖായൽ ഷെഹറയ്ക്ക് തന്റെ മുന്നേറ്റ നിലയിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷറെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പെപ്രെ പലപ്പോഴും ഒരു ആവറേജ് പ്ലെയറായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവാന്റെ സിസ്റ്റത്തിൽ ആദ്യം നിറമങ്ങിയ ശേഷം പിന്നെ ക്വാമി പെപ്രെ കളിച്ച് തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും പരിക്ക് പറ്റിപ്പോയി. ക്വാമിക്ക് പരിക്ക് പറ്റിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പെപ്രയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പ്രീ സീസൺ മത്സരത്തിലും കഴിഞ്ഞ കളിയിൽ ക്വാമി പെപ്രെ ഗോൾ അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഗൂസ് ബംബ് നൽകിയെങ്കിൽ പോലും പ്രകടനത്തിൽ അത്ര കണ്ടൊന്നും മിഖായിൽ ആശാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തനിക്ക് മുന്നേറ്റ നിരയിലേക്ക് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ക്വാമി പെപ്രയെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ക്ലബ്ബുകളിലേക്ക് വിടാനാണ് തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതെങ്കിലും ഐ ലീഗ് ക്ലബ്ബുകളിൽ ഇനി പെപ്രെ കളിക്കുന്ന കാശ് നമ്മൾ കാണേണ്ടി വരും. പെപ്രെ പോകും എന്നാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരു പരിധി വരെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെപ്രെ പോകുമ്പോൾ സെപ്റ്റംബറോട് കൂടി ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ താമസിക്കില്ല. അതിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു കിണ്ണൻ സ്ട്രൈക്കർ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലിവന്റെ ഒപ്പം തുടങ്ങാൻ പോവാണ്. അതും കൂടി വിലയിരുത്തിയിട്ടായിരിക്കാം അന്തിമ തീരുമാനം. ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമി പെപ്രെ ലോൺ അടിസ്ഥാനത്തിൽ റിലീസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്യും.